ഇത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് റിമൂവ് ഡോട്ട് ജി ബി എന്ന് സൈറ്റിൽ കയറിയാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് റിമൂവ് ഡോട്ട് ജി ബി ബി ജി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഡോട്ട് ബി ജി ബാക്ക്ഗ്രൗണ്ട് അത് പഠിച്ചാൽ പിന്നെ 2 മണിക്കൂർ എടുക്കാണ്. മെയിനായിട്ട് ഫോട്ടോഷോപ്പ് സ്റ്റുഡിയോക്കാർക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ ആൾക്കാരാണെന്നൊക്കെ അപ്പോൾ ഇത് ഇത്ര എളുപ്പമാണ്. പിന്നെ 2 പണി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണികളില്ല, പക്ഷെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ നമ്മുടെ പണികളിൽ മനസ്സിലായില്ല. കൊണ്ട് നമ്മുടെ പണി പോകില്ല, പക്ഷെ എനേബിൾഡായ ആൾക്കാരുണ്ടായെങ്കിൽ നമ്മുടെ സാധ്യത കുറയുന്ന അർത്ഥം. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? എനേബിൾഡ് ആവാന്നേ ഉള്ളൂ. റിമൂവ് ഡോട്ട് ബി ജി സിമ്പിൾ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിനോട് ഫോട്ടോ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറയാം. റിമൂവ് ഡോട്ട് ബി ജി റിമൂവ് ബി ജി സിമ്പിൾ ആണ്. അത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കൊടുക്കുക, ഫോട്ടോ റിമൂവ് ചെയ്ത് കറക്റ്റ് കിട്ടും സാധനം. നല്ല പെർഫെക്ഷൻ ഉണ്ടോ? പുതിയ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, കണ്ടെത്തിയോ? അവിടെ ആഡ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ? ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. നല്ല ചെയ്യാൻ പറ്റും. റിമൂവ് ബി ജി എന്നുള്ള ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, റിമൂവ് ചെയ്യാൻ പറയാം, പുതിയ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൂടെ നമുക്ക് പോയില്ലെന്ന് വേണം പറയാം. ഇനി ഞാൻ ഒരു 10-30 ചൂട് പറയാനൊക്കെ വിചാരിച്ചു. ഒരു 10 ആയെങ്കിൽ സമാധാനമാണ്. 30 എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സിമ്പിളായ ടൂൾ വീട്ടില് മക്കളെ കണ്ട് കളിപ്പിക്കുന്ന ആൾക്കാർക്ക്, ചെറിയ മക്കൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റും ചെറിയൊരു ടൂൾ. ചെറിയ കുട്ടികൾക്കൊക്കെ എനിക്ക് ആരിഫിനൊക്കെ പറ്റുന്ന സാധനമാണ് പറഞ്ഞത്. നാസറിന് ബഷീർക്കൊക്കെ ഓക്കെ. ഓട്ടോ ഡ്രോ AUTODRAW ചെറിയ മക്കളൊക്കെ ഓട്ടോ അതല്ല, ഓട്ടോമാറ്റിക്കലി ഡ്രോ ചെയ്യാൻ ഓട്ടോ ഡ്രോ മാത്രമേ ഉണ്ടോ? ഓട്ടോ ഡ്രോ ഈ ഓട്ടോ ഡ്രോ സ്റ്റാർട്ട് ഡ്രോയിങ്. ഓട്ടോ ഡ്രോ ഇത്രേ ഉള്ളൂ. നമ്മൾ വരക്കാൻ ഉദ്ദേശിച്ചത് വരച്ചു തുടങ്ങാം. ഇപ്പം ഞാനൊരു പക്ഷി വരക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ വരച്ചു തുടങ്ങുമ്പോൾ അതിന് മേലെ എന്ത് ചെയ്യും? അതിൻ്റെ ഇന്ന ചിത്രമായിരിക്കും. നിങ്ങളെ സാധാരണ കുറേ ചിത്രം കാണും. ഇതേ ഉള്ളൂ. നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷൻ മേലായിട്ട് ഓപ്ഷൻസ് കാണിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചതാണോ എന്ന് കാണിക്കും. ഇത് ഇഷ്ടമുള്ള സെലക്ട് ഇതേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ വരച്ച് തുടങ്ങിയാൽ അതിൻ്റെ ബാക്കി ഇന്നതായിരിക്കാം സാധ്യത എന്ന് സ്വന്തം ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കി തരും. ഇവിടെ ചെറിയ മക്കൾക്ക് രസമാണ്. ചെറിയ കുട്ടിയൊക്കെ നല്ല രസമാണ് ആ സാധനം. ഓട്ടോ ഡ്രോ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത് കുറേ സാധ്യതകൾ കാണിച്ചു. ഓട്ടോ ഡ്രോ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു ഇമേജ് നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കും. പേസ്റ്റിന്റെ വരക്ക് ബാക്കി മുമ്പിൽ വരച്ചത് ഇതായിരിക്കും. നിങ്ങൾ കുറെ സാധ്യത മേലെ കാണിക്കുക. ഇതാണോ എന്നുള്ള രീതിയിൽ കുട്ടികൾക്കല്ല കാണിച്ചു കൊടുക്കാൻ അത്രേ ഓട്ടോമാറ്റിക്കലി ഡ്രോ ചെയ്യാനുള്ളതാണ്. നമ്മൾ വരച്ച് തുടങ്ങിയതിനെ
ഈ ടൂൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. കുറെ സാധ്യത ഇത് തുടങ്ങിയാൽ ഇന്നതൊക്കെ സാധ്യത മേലെ കാണിച്ചതും അതൊക്കെയാണോ നമ്മുടെ ചോയ്സ്. നല്ല ഫോട്ടോ അത് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ സാധാരണ ഗൂഗിൾ ഫോം ഉണ്ടാക്കുന്ന ആൾക്കാര് ഗൂഗിൾ ഫോമിൽ ക്വിസ് ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? ഗൂഗിൾ ഫോമിൽ ക്വിസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ കൊടുക്കണം, അതിന് 4 ഓപ്ഷൻ കൊടുക്കണം, ആ ഓപ്ഷനിൽ ശരിയുള്ളതിന് ടിക്ക് കൊടുക്കണം, എന്നിട്ട് എൻ്റർ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കണം. ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അതിനെല്ലാം കൊടുക്കണ്ടേ? സിമ്പിളായിട്ട് നമുക്കൊരു 10 ക്വസ്റ്റ്യനുള്ള ഒരു ക്വിസ് ഉണ്ടാക്കാം എളുപ്പത്തിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ വെൽ, അതാണ് ടൂളിന്റെ പേര്. ക്വസ്റ്റ്യൻ വെൽ, ക്വസ്റ്റ്യൻ വെൽ, WELL. ക്വസ്റ്റ്യൻ വെൽ കിട്ടിയാ അതാണ് ക്വസ്റ്റ്യൻ വെൽ. ക്വസ്റ്റ്യൻ വെൽ നോക്ക് ഇനി വേറെ കാര്യം പറഞ്ഞാൽ ആരെങ്കിലും ഈ ലോഗിനിൽ കുറെ ബാങ്ക് ഇടപാടൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് വേറെ ലോഗിൻ ഇനി മുതൽ നമ്മൾ ടൂൾ ഉപയോഗിക്കാൻ വേണ്ടി വേണമെങ്കിൽ വേറൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതി. മനസ്സിലായില്ലേ? എന്നാൽ നമുക്ക് ധൈര്യത്തിൽ തരാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഇടപെടാത്ത ലോഗിൻ ഉണ്ടാക്കിയാൽ മതി. സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല.